ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു ബ്രാൻഡിനെ കുറിച്ചാണ്. ഒരു ബ്രാൻഡ് വളർന്നു വലുതാവുന്നതിനെക്കുറിച്ചും അത് ഒരു വാല്യുവേഷനിലേക്ക് എത്തുന്നതിനെക്കുറിച്ചും ഒരു ബ്രാൻഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ്. പലപ്പോഴും ബ്രാൻഡ് എന്നുള്ള വാക്ക് വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം പല ആളുകളും ധരിച്ചിരിക്കുന്നത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പേര് മാത്രമാണ് എന്നാണ്. നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഒരു പേരും ലോഗോയും ഇട്ടാൽ അത് ബ്രാൻഡായി എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. തെറ്റാണ്. കാരണം ബ്രാൻഡ് എന്നാൽ കൺസിസ്റ്റൻസി കൂടിയാണ്. എപ്പോഴാണോ നമ്മൾ സ്ഥിരമായി ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം അഥവാ ഒരു യുണീക്കായിട്ടുള്ള കാര്യം ആളുകൾക്ക് ഡെലിവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അവർക്കതിൽ കൃത്യമായ വാല്യൂ ഫീൽ ചെയ്യുന്നത്, അപ്പോഴാണ് ശരിക്കും അതൊരു ബ്രാൻഡായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് എന്നർത്ഥം. ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല പല ബ്രാൻഡുകളും. അപ്പോൾ അതുകൊണ്ട് ബ്രാൻഡിങ്ങിന് ഒരു ജേണി ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു പാതയുണ്ട്. അതിലൂടെ പോയാൽ ഒരു പക്ഷേ വലിയ ബ്രാൻഡ് വാല്യുവേഷനിലേക്ക് വരെ നമുക്ക് എത്താൻ സാധിക്കും. ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന പല യൂണിക്കോണുകളും അത്തരത്തിലുള്ള യാത്രകൾ നടത്തിയവരാണ്. കൃത്യമായിട്ടുള്ള ബ്രാൻഡ് ജേണിയിലൂടെ റൂട്ട് മാപ്പുകൾ സെറ്റ് ചെയ്തുകൊണ്ട് സഞ്ചരിച്ചവരാണ്. കൃത്യമായ ധാരണയുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് വളരെ ഈസിയായി ഉണ്ടാക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും 50 വർഷം സ്ട്രഗിൾ ചെയ്താൽ പോലും ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിലേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. അപ്പോൾ എന്തൊക്കെയാണ് ബ്രാൻഡ് ആവാനും ഒരു ബ്രാൻഡ് വാല്യുവേഷനിലേക്ക് എത്താനും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിലൂടെ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ബ്രാൻഡ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. ബ്രാഹ്മിൻസ് വിപ്രോ ഏറ്റെടുത്തു എന്നുള്ള വാർത്തയാണ്. ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ബ്രാഹ്മിൻസിൻ്റെ സെയിൽസ് സിസ്റ്റമൈസേഷനും ബാക്ക് എൻഡ് ഓപ്പറേഷൻസും എല്ലാം സ്ട്രീം ലൈൻ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് ബ്രഹ്മയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അവരുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ഭാഗത്ത് വർക്ക് ചെയ്തിരുന്നത്. ഒരു ബ്രാൻഡിൻ്റെ അടുത്ത ലെവലിലേക്കുള്ള കുതിച്ചുചാട്ടത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അവരുടെ പ്രോസസ്സുകൾ സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അച്ചാറൊക്കെ പിക്കുകളൊക്കെ വിറ്റുകൊണ്ട് തുടങ്ങിയ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് ഒരു പക്ഷേ ലോകത്തിൻ്റെ നെറുകയിലെത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ജേണി തന്നെയാണ് പലപ്പോഴും ബ്രാൻഡ് ജേണികളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ BBD എന്ന പ്രോഗ്രാമിനെ കുറിച്ചുകൂടിയാണ്. BBD എന്ന് പറഞ്ഞാൽ ബിഗ് ബില്യൺ ഡെസ്റ്റിനി. ബിഗ് ബില്യൺ ഡെസ്റ്റിനി എന്നത് ഒരു ബ്രാൻഡിങ് പ്രോഗ്രാമാണ്. ഒരു ട്രെയിനിങ് അല്ല, പക്ഷേ അതൊരു കൺസൾട്ടിങ് പ്രോഗ്രാം കൂടിയാണ്. ഇതിന് 4 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുകൂടി അറിയണമല്ലോ. കഴിഞ്ഞ ഞങ്ങളുടെ BBD പ്രോഗ്രാമിനകത്ത് ഏകദേശം 10ഓളം ബ്രാൻഡുകളാണ് ഉണ്ടായിരുന്നത്. ഈ ബ്രാൻഡുകളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഏകദേശം 1 വർഷം മുമ്പ് ഞങ്ങൾ ആദ്യത്തെ BBD പ്രോഗ്രാം ചെയ്തത്. വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, അതിനകത്തുണ്ടായിരുന്ന ബ്രാൻഡുകളെല്ലാം അടുത്ത ലെവലിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് മൗസി എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ചാണ്. നമുക്ക് ഇന്ന് എവിടെ ചെന്നാലും ഏത് നഗരത്തിൽ ചെന്നാലും ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുള്ളൊരു ബ്രാൻഡാണ് മൗസി. യെല്ലോ കളറിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന അവിൽ മിൽക്കിൻ്റെ ബ്രാൻഡാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മൗസി വളർന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകളും കൃത്യമായിട്ടുള്ള ബ്രാൻഡിങ് പ്ലാനുകളും തന്നെയാണ് മൗസിയെ അടുത്ത ലെവലിലേക്ക് പോകാൻ സഹായിക്കുന്നത്. ഇനിയും ബ്രാൻഡുകളുണ്ട്. ഒപ്പം ലോക്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. ലോക്സ് നമ്മുടെ BBD പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡാണ്. ലോക്സിൻ്റെ പ്രത്യേകത പലപ്പോഴും നമ്മുടെ FRP ഡോറുകൾ, ഫൈബർ ഡോറുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു പ്രത്യേക തരത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്ക് നമുക്ക് കാണാം. ഈ ലോക്ക് വളരെ സ്പെസിഫിക്കായി ഉണ്ടാക്കുന്നത് ഈ ലോക്സ് എന്ന് പറയുന്ന ഈ ബ്രാൻഡാണ്. നമ്മളുടെ BBDയുടെ ഭാഗമായിരുന്ന ലോക്സ് പിന്നീട് നമ്മളുടെ കൺസൾട്ടിങ് ക്ലയൻ്റ് ആവുകയും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്ലയൻ്റാണ്. ഇന്ന് ഇന്ത്യയൊട്ടുക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ 1-ാം നമ്പർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രാൻഡ് തന്നെയാണ് ലോക്സ്. അതുപോലെ തന്നെ ടീപ്പെട്ടി പോലുള്ള ബ്രാൻഡ്, ഇൻവോട്ടിയോ, ഡാഗർ ആൻഡ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പുതിയ ജനറേഷൻ ഇന്നർവെയർ ബ്രാൻഡ്, സ്മാർട്ട് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഫിറ്റ്നസ് ബ്രാൻഡ്, സിസ്കോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമെയിനുകളിലുള്ള ബ്രാൻഡുകളെ നമുക്ക് കഴിഞ്ഞവണ ബിൽഡ് ചെയ്യാൻ സാധിച്ചു. ഒപ്പം മിയോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, സിൽവർ ജ്വല്ലറിയുടെ പ്ലാറ്റ്ഫോം, അത് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിലുണ്ട്. അവർ ഉയർച്ചയുടെ പടവുകൾ താണ്ടുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രോഗ്രാമിലൂടെ വളർന്നു വന്ന ബ്രാൻഡുകളെ കുറിച്ചാണ്. എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് കൂടി ഞാൻ പറയാം. ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, 4 ഘട്ടങ്ങളായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ പലർക്കും ഈ ബ്രാൻഡ് എന്താണെന്നും ബ്രാൻഡ് വാല്യുവേഷൻ പ്രോസസ്സ് എന്താണെന്നും
എത്രമാത്രം വലിയ വിഷൻ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ബ്രാൻഡ്, യഥാർത്ഥ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും പലർക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്ന ഒരു മോട്ടിവേഷണൽ വർക്ക്ഷോപ്പൊന്നുമല്ല, കൃത്യമായി ബ്രാൻഡിങ് സ്ട്രാറ്റജികൾ പറഞ്ഞു വയ്ക്കുന്ന 2 ദിവസത്തെ ഇൻറ്റൻസീവായിട്ടുള്ള വർക്ക്ഷോപ്പാണ് ഏറ്റവും ആദ്യത്തെ ഭാഗം. അതിനുശേഷം ഓരോ ബ്രാൻഡുകളുടെയും ബ്രാൻഡ് ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ഒരു 3 വർഷത്തേക്ക് എങ്ങനെയാണ് ബ്രാൻഡ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള ക്ലാരിറ്റിയാണ് ബ്രാൻഡ് ആക്ഷൻ പ്ലാൻ. അതിൻ്റെ ഒപ്പം തന്നെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി. ഇപ്പോൾ പലപ്പോഴും റണ്ണിങ് ആയിട്ടുള്ള ബ്രാൻഡുകളായിരിക്കാം, പല ബ്രാൻഡുകൾക്കും ബ്രാൻഡ് സ്ട്രാറ്റജിയുടെ കാര്യത്തിലും ബ്രാൻഡ് ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിലും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിന് അനുയോജ്യമായിട്ടുള്ള ബ്രാൻഡ് ഐഡൻറ്റിറ്റി തന്നെ ആയിരിക്കണമെന്നില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് റീഡിസൈൻ ഓഫ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി, ബ്രാൻഡ് ഐഡൻറ്റിറ്റി പ്രധാനമാണ്. അതും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 3 മാസത്തേക്ക് ബ്രാൻഡ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ആക്ഷൻ പ്ലാനിന് അനുസരിച്ച് തന്നെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ 3 മാസത്തേക്കുള്ള നമ്മളുടെ ബാക്ക് എൻഡിൽ നിന്നുള്ള ഫോളോ അപ്പും സപ്പോർട്ടും കൂടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 മാസത്തെ ഒരു ജേണിയാണ് BBD. ഒരു ബ്രാൻഡ് വർക്ക്ഷോപ്പിൽ തുടങ്ങി കൃത്യമായിട്ടുള്ള ഒരു ബ്രാൻഡ് ഇവാലുവേഷനിൽ അവസാനിക്കുന്ന തരത്തിലുള്ള 5 മാസത്തെ ജേണി. അത് കഴിഞ്ഞാലും അടുത്ത ലെവലിലേക്ക് ഒരു സർവീസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ BBD വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു വലിയ വാല്യുവേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് BBDയുടെ ലക്ഷ്യം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ റൺ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകണമെന്നുള്ള ശക്തമായ ആസ്പിറേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഒരു ബ്രാൻഡിനെ കൊണ്ടുവരണമെന്ന് ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് BBD പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം. BBD എന്ന് പറയുന്ന ഈ ടോട്ടൽ 5 മാസത്തെ പ്രോഗ്രാമിൻ്റെ ഈ എൻറ്റയർ ജേണിയുടെ ടോട്ടൽ കോസ്റ്റ് 5 lakhs മാത്രമേ ആവുന്നുള്ളൂ. കാരണം പലപ്പോഴും എന്ത് മാത്രമേ ആകുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും 5 lakhs മാത്രമോ എന്നൊക്കെ ചോദിക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ള ഒരു ബ്രാൻഡിങ് ഡിസൈൻ ഉണ്ടാക്കാൻ, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഡിസൈനിന് പോലും നല്ല ഏജൻസികളെല്ലാം വാങ്ങുന്നത് 6 to 7 lakhs എങ്കിലുമാണ് ഏറ്റവും മിനിമം. അതായത് അതിൻ്റെ ഡിസൈനിന് മാത്രം. ഇതിലെ 4 പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകളിൽ ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ് ഡിസൈൻ എന്ന് തിരിച്ചറിയുക. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം 5 ഇരട്ടി വാല്യൂ ഉള്ള ഒരു കോഴ്സാണ്. ഏകദേശം ഒരു 25 ലക്ഷമെങ്കിലും വാല്യൂ ഉള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് 5 ലക്ഷത്തിന് ഈ 5 മാസം കൊണ്ട് ലഭിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബ്രാൻഡ് ആക്ഷൻ പ്ലാനാണ് ലഭിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇത് ഉറപ്പാണോ, ഞങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പല്ല. അതിന് കാരണമുണ്ട്. കാരണം പലപ്പോഴും ബ്രാൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡറും നിങ്ങളൊരു വിഷനറിയുമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങളെ സഹായിക്കാനാകും. പക്ഷേ ആ ലീഡർഷിപ്പിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ, ആ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഒരു പക്ഷേ അത് നടന്നുവെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ വിഷനും ശക്തമായ ആഗ്രഹവും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാകാം. ഒപ്പം തന്നെ ഈ വിഷനും ശക്തമായ ആഗ്രഹവും ഒക്കെ തന്നെയാണ് എപ്പോഴും ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഫണ്ട് ആവശ്യമായിട്ട് വരാൻ. കാരണം പലപ്പോഴും പൈസ ഇല്ലാതെ ഒന്നും ബ്രാൻഡുകൾ കെട്ടിപ്പടുക്കുന്ന അത്ര എളുപ്പമല്ല. കാരണം സ്ട്രോങ് ആയിട്ടുള്ള പ്രൊമോഷൻ ആവശ്യം വരാം, വലിയ ജോയിൻറ്റ് വെഞ്ചറുകൾ ആവശ്യം വരാം, പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കേണ്ടതായിട്ട് ആവശ്യം വരാം. ആ സമയത്തൊക്കെ ചിലപ്പോൾ കൃത്യമായ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നേക്കാം, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫണ്ട് സോഴ്സ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മുന്നിൽ നിന്ന് പട നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് മുന്നിൽ നിന്ന് പട നയിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശക്തമായ ഒരു ആസ്പിറേഷൻ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ഒരു രീതിയിൽ തന്നെ കൃത്യമായ ബ്രാൻഡ് പ്ലാനോടുകൂടി ബ്രാൻഡ് വാല്യുവേഷനിലേക്ക് പോകാൻ സഹായിക്കാനായി ഞങ്ങൾക്ക് സാധിക്കും. BBD പ്രോഗ്രാം മാർച്ചിലാണ് ആരംഭിക്കുന്നത്. 2ാമത്തെ വേർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ടുള്ള ആസ്പെക്ട്സും ഒക്കെ ചേർത്തിട്ടാണ് ആ വർക്ക്ഷോപ്പും ആരംഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ കോസ്റ്റും അല്ലെങ്കിൽ ഈ ജേണിയും അല്ലെങ്കിൽ ഈ വളരെ ഡെയറിങ് ആയിട്ടുള്ള ഈ ഒരു ജേണിയിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല ബ്രാൻഡുമായി സംബന്ധിച്ച എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.